Hi all, today we have to discuss Nephelauxetic effect and Nephelauxetic series. What is meant by Nephelauxetic effect? Before moving to that, we are already discussed the metal ligand, we are already discussed the evidence for metal ligand covalent bond, that is ESR spectra, NQR spectra, NMR spectra, everything is proved that there is a covalent character in complexes. Not the bond is not ionic in nature, it is covalent in nature, and it is already discussed. And one more fact is the effect, that is Nephelauxetic effect. ഓക്കെ, എന്നാൽ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് CFTനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് MOT എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയത് പലതരം സ്പെക്ട്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. NMR, NQR, ESR ഒക്കെ പല കോംപ്ലക്സിൻ്റെയും എടുത്ത് അതിൽ നിന്നാണ് നമുക്ക് പ്രൂഫ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുന്നത് നോട്ട് പ്യൂർലി അയോണിക്, ദർ ഇസ് സം എക്സ്റ്റെൻറ്റ് കോവലന്റ് നേച്ചർ ഈസ് ഓൾസോ ദർ. ആൻഡ് അതേപോലെ തന്നെ മെറ്റൽ ലിഗാൻഡ് കോവലന്റ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് Nephelauxetic effect. The meaning of Nephelauxetic, the Nephelauxetic word meant for cloud expansion. Cloud expansion, that means when a complex is formed, the d electron cloud of the metal ion has been expanded. This expansion takes place due to the overlap of orbitals of metal ions to that of ligand orbitals. എന്ന് വെച്ചാൽ ഒരു ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ട് ഫ്രീ മെറ്റൽ അയോൺ ആയിരിക്കുന്ന ഇരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വെൻ ഇറ്റ് ഈസ് ഫോം എ കോംപ്ലെക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ദിസ് ഡി മെറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു സ്പേസിലാണ് ഇപ്പം ഡി ഓർബിറ്റൽസ് ഇരിക്കുന്നത്. അത് ലിഗാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഇവിടെ മെറ്റൽ ഓർബിറ്റൽസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രയും എളുപ്പത്തിൽ ലിഗാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ, അതാണല്ലോ MOT, മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. മെറ്റൽ ഓർബിറ്റലും ലിഗാൻഡ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പാൻഷൻ കൊണ്ട് എളുപ്പത്തിൽ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്ന് വെച്ചാൽ മെറ്റലിലുള്ള ഡി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് വിച്ച് ഇസ് നോട്ട് ഓൺലി ലൊക്കേറ്റഡ് ഓൺ ദി central metal, but it is also delocalized onto the ligand orbitals. അതാണ് നമ്മൾ ESR, EPR സ്പെക്ട്ര ഒക്കെ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. മെറ്റലിലുള്ള ഇലക്ട്രോൺസ് മെറ്റലിൽ ലൊക്കലൈസ് ചെയ്യാതെ ലിഗാൻഡിലും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഒരു പ്രൂഫാണ്. ഈ ഒരു ഓർബിറ്റൽസ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് ലിഗാൻഡ് ഓർബിറ്റൽസും മെറ്റൽ ഓർബിറ്റൽസും കൂടി ഒരു വലിയൊരു എന്താ പറയുക എക്സ്പാൻഷനാണ് ഇവിടെ മെറ്റലിലുള്ള ഇലക്ട്രോൺസിന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നോർമൽ ഒരു ഫ്രീ മെറ്റൽ ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഡി ഓർബിറ്റൽസിലുള്ള സമയത്ത് ഇലക്ട്രോൺസ് തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ടാവും. ആ ഇലക്ട്രോണിക് റിപ്പൽഷൻ കോംപ്ലെക്സ് അയോണിലേക്ക് പോകുന്ന സമയത്ത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു Nephelauxetic effect. ഈ ഒരു ക്ലൗഡ് എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ട് ഡി ഇലക്ട്രോൺസിന് കുറച്ചുകൂടി സ്പേസ് കിട്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഡി ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് കോംപ്ലെക്സ് അയോൺ ഡിക്രീസസ്. ദാറ്റ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് Nephelauxetic effect. Okay, that is the extension of the lobes of the d orbitals, that is expansion of the d electron charge cloud during complex formation with metal ion is known as Nephelauxetic effect. That is, expansion of d electron clouds takes place during the complexation of transition metal ion. This happens because there is to some extent mixing of metal ligand orbitals through which metal d electrons can enter the ligand orbitals. And also, the more the covalent nature of the ligand, the more is the Nephelauxetic effect.
That is, it is found that the electron-electron repulsion of the d orbitals of the metal ion in complex is less than that in the free ion. Electron-electron repulsion metal ion ഉള്ളതിനേക്കാളും കുറവായിരിക്കും കോംപ്ലെക്സ് ആവുന്ന സമയത്ത്. That is due to Nephelauxetic effect. This happens when the metal and ligand orbitals combine to form larger molecular orbitals. And this Nephelauxetic effect is different for different metal ion and for different ligands. എന്നുവെച്ചാൽ സെയിം മെറ്റൽ അയോണും ലിഗാൻഡ്സിനെ എക്സ്ചേഞ്ച് ലിഗാൻഡിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഓരോ കേസിലും മെറ്റൽ അയോൺ സെയിമും ലിഗാൻഡ് ഡിഫറെൻ്റ് ആകുന്ന സമയത്ത് നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡി ഇലക്ട്രോൺ റിപ്പൽഷൻ വെച്ചിട്ടാണ് നമ്മൾ നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് പറയുന്നത്. നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ സെയിം ലിഗാൻഡും ഡിഫറെൻറ്റ് മെറ്റൽ അയോൺ ഉള്ള കോംപ്ലെക്സിൻ്റെ നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് നോക്കുമ്പോൾ അതും ഡിഫറെൻ്റ് ആണ്. സോ ദർ ഇസ് എ ഡിഫറെൻറ്റ് നെഫ്ലോസെറ്റിക് സീരീസ് set up for metal ion and for ligand. ഓരോന്നിനും ഓരോ മെറ്റൽ അയോൺ ഉള്ള സമയത്തുള്ള നെഫ്ലോസെറ്റിക് ഇഫക്റ്റും അതേപോലെ തന്നെ ലിഗാൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതിൻ്റെ നെഫ്ലോസെറ്റിക് ഇഫക്റ്റും വെച്ച് ഇൻക്രീസ് ഇൻ നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് വെച്ചിട്ട് ഒരു സീരീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നെഫ്ലോസെറ്റിക് സീരീസ്. ആൻഡ് ദിസ് ഈസ് ദി നെഫ്ലോസെറ്റിക് സീരീസ് ഫോർ ligand and metal. That is F minus, the increasing order of Nephelauxetic effect. F minus, water, ammonia, ethylene diamine, isothiocyanate or nitride. This is isothiocyanate, that is it is amphidentate ligand, the attachment through nitrogen. And chloride, cyanide, bromide, N3 nitride, iodide. And this is for metal: manganese, nickel, cobalt, molybdenum, rhenium, iron, iridium, cobalt, manganese, etc. Okay, cobalt 2 and cobalt 3, the Nephelauxetic effect is different. Okay, and based on these two series, the extent of covalent bonding between the metal and ligand can be predicted. And the magnitude of Nephelauxetic effect is expressed in terms of Nephelauxetic ratio, that is represented in terms of beta. This is called a Nephelauxetic ratio, which is equal to B dash complex divided by B free ion. That means inter B dash here it is inter-electronic repulsion parameter in complex ion divided by inter-electronic repulsion in free ion or gaseous free ion. That ratio is called a Nephelauxetic ratio. Complexil inter-electronic ratio എന്ന് പറയുന്നത് inter-electronic repulsion എന്ന് പറയുന്നത് B dash is inter-electronic repulsion. കോംപ്ലക്സിൻ്റെ കേസിൽ കൂടുതലായിരിക്കും than free ion. That ratio is called beta. That is called a Nephelauxetic ratio. Okay, that's all about Nephelauxetic effect. ഇത് കൂടി മെറ്റൽ ലിഗാൻഡ് കോവലന്റ് ബോണ്ടിന്റെ എവിഡൻസിൽ നമുക്ക് പറയാൻ പറ്റും. ESR, EPR, NMR ഒക്കെ പറയുന്ന കൂട്ടത്തിൽ നെഫ്ലോസെറ്റിക് ഇഫക്റ്റ് കൂടി മെറ്റൽ ലിഗാൻഡ് കോവലന്റ് ബോണ്ടിങ്ങിന് കോവലന്റ് ക്യാരക്ടറിന് എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാം. Okay, these are all about Nephelauxetic effect and Nephelauxetic series. Thank you.